Hi dears. ഇന്ന് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? വിത്ത് ദ ടൈംസ്. 6th ചാപ്റ്റർ സമയത്തോടൊപ്പം അല്ലേ? ടൈം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ? നമ്മൾ എന്തിനെ കുറിച്ചായിട്ട് പഠിക്കുക? വീട്ടിലൊക്കെ ഉണ്ട് ടൈം നോക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അല്ലേ? എന്താണ്? ക്ലോക്ക് അല്ലേ? യെസ്. അപ്പൊ നോക്കൂ, ഇവിടെ ഒരു അധ്യാപകനും കുറച്ച് കുട്ടികളുണ്ട് അല്ലേ? ഇവര് സ്കൂളിൽ നിന്ന് ഒരു സ്റ്റഡി ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അവര് രാവിലെ 6 മണിക്കാണ് സ്റ്റഡി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി 9 മണിക്കാണ് അവര് തിരിച്ചു വരുന്നത്. അപ്പൊ അവര് പോവേണ്ട സ്ഥലങ്ങൾ അവരൊരു ടൈം ഷെഡ്യൂൾ ചെയ്തു. പക്ഷെ അവർക്ക് ക്ലോക്കിൽ അത് മാർക്ക് ചെയ്യാൻ അറിയില്ല. പക്ഷെ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുത്താലോ? മക്കൾക്ക് അറിയോ? നമുക്ക് നോക്കാല്ലേ എങ്ങനെയാ മാർക്ക് ചെയ്യാന്നുള്ളത്. നോക്കൂ, ഇവിടെ എന്താണ്? ക്ലോക്ക് കാണുന്നുണ്ട് അല്ലേ? അപ്പൊ അവര് ടൈം ദേ സ്റ്റാർട്ടഡ്. അവർ സ്റ്റാർട്ട് ചെയ്ത സമയം എപ്പോഴാണ്? 6 എത്രയാണ്? 6 മണിയാണ് അല്ലേ? നമ്മൾ ക്ലോക്കിൽ കാണുന്നുണ്ട്. അപ്പൊ എത്രയാണ്? 6 മണിയാണ്. ഇനി അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സമയം എപ്പോഴാണ്? 8 മണിയാണ് അല്ലേ? യെസ്. അപ്പൊ അവിടെ ക്ലോക്കിൽ എന്ത് ചെയ്യാ? 8 മണി നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. യെസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കൂ. സൂ വിസിറ്റ് ചെയ്തത് എപ്പോഴാണ്? 8:30 അതുപോലെ ലഞ്ച് കഴിച്ച ടൈം എപ്പോഴാണ്? 1:30 ആണ് അല്ലേ? യെസ്. ഓക്കെ. ഇത് നമുക്ക് ക്ലോക്കിൽ വരച്ച് കാണിക്കാം. ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് കാണിക്കാം. നോക്കൂ, 8:30 അല്ലേ? അപ്പൊ നമുക്ക് വരച്ചു നോക്കാം. 8:30 അല്ലേ? അപ്പൊ സോറി, നമുക്ക് വരക്കാം. കണ്ടോ? 8:30 എന്ന് പറയുമ്പോൾ അങ്ങോട്ടാണ് ഇവിടേക്കല്ലേ? 8:30. 1:30 അടുത്ത എന്താണ്? ലഞ്ച് ബ്രേക്കിന്റെ ടൈം എപ്പോഴായിരുന്നു? 1:30 അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം? 1 മണി, 1:30 കണ്ടോ? യെസ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ എത്രയാണ് ടൈം വരുന്നത്? നോക്കാം നമുക്ക് എപ്പോഴാണ്. പ്ലാനറ്റോറിയത്തിലേക്ക് അവർ പോയ സമയം എപ്പോഴാണ്? 2 മണിയാണ് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് 2 മണിന്ന് കൊടുക്കാം. നെക്സ്റ്റ് അവരെങ്ങോട്ടാ പോയത് നോക്കാം നമുക്ക്. നോക്കൂ, നെക്സ്റ്റ് അവരെവിടേക്കാ പോയിട്ടുള്ളത്? ബീച്ചിലേക്ക് പോയിട്ടുണ്ട് അല്ലേ? ബീച്ചിലേക്ക് പോയത് എപ്പോഴാണ്? 5 മണിക്കാണ് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ വരച്ചു കൊടുക്കാം 5 മണി. ഇനി അടുത്തത് ടൈം ദേ റീച്ച്ഡ് ബാക്ക്. അവരെത്തിയ സമയം എപ്പോഴാണ്? നമുക്കറിയാം അല്ലേ? എത്ര മണിക്കാണ്? 9 മണിക്കാണ് അവരെത്തിയിട്ടുള്ളത്. നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? 9 മണി എന്ന് നമുക്ക് അടയാളപ്പെടുത്താം. ഇതുപോലെ മക്കൾക്കൊക്കെ അറിയായിരിക്കും ക്ലോക്കിൽ നമ്മൾ അടയാളപ്പെടുത്താൻ, ടൈം അടയാളപ്പെടുത്താനുള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ക്ലോക്കിനെ കുറിച്ചിട്ട് പഠിക്കാം. നോക്കൂ, ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട് അല്ലേ? ഈ ക്ലോക്കിൽ എത്ര സൂചികൾ, എത്ര ഹാൻഡ്സ് ഉണ്ട്? 3 ഹാൻഡ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ് ഹാൻഡ്സ് എന്ന് പറയാൻ അറിയോ? നോക്കൂ, ആ റെഡ് കളറിലുള്ള ഏതാണ്? അതാണ് സെക്കൻഡ് ഹാൻഡ്, സെക്കൻഡ് സൂചി. ഇനി ആ 12 കാണുന്ന ഏതാണ്? അതാണ് അവർ ഹാൻഡ്, അവർ സൂചി. അടുത്തത് എന്താണ്? 3ന്റെ അടുത്ത് കാണുന്നതാണ് മിനിറ്റ് ഹാൻഡ്, മിനിറ്റ് സൂചി. അപ്പൊ ഇതില് ഏറ്റവും സ്പീഡിൽ പോകുന്ന ഹാൻഡ് ഏതാണ് മക്കൾക്ക് അറിയോ? യെസ്. എന്താണ്? സെക്കൻഡ് ഹാൻഡിൽ ഏറ്റവും ഫാസ്റ്റിൽ പോകുന്നതാണ് സെക്കൻഡ് ഹാൻഡ്. ഏറ്റവും സ്ലോയിൽ പോകുന്നത് ഏതാണ്? അതാണ് ആ ഗ്രീൻ കളറിലെ ചെറുത്, അവർ ഹാൻഡ്. അതിന്റെ ഇടയിൽ പോകുന്നത് ഏതായിരിക്കും അപ്പോ? മിനിറ്റ് ഹാൻഡ് ആയിരിക്കും അല്ലേ? യെസ്. ഓക്കെ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ഹാൻഡ് ടേൺസ് ദി ഫാസ്റ്റസ്റ്റ്? അപ്പൊ നമുക്കറിയാം ഏതാണ് ഫാസ്റ്റിൽ പോകുന്നത്? സെക്കൻഡ് ഹാൻഡ് ആണ്. ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ? ഒരു പ്രാവശ്യം ഈ സെക്കൻഡ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യാൻ, ചുറ്റി വരാൻ എത്ര ടൈം എടുക്കുന്നതാണ്? അപ്പൊ എത്ര ആയിരിക്കും? 60 സെക്കൻഡ്സ് ആണ് എടുക്കുക അല്ലേ? യെസ്. ഓക്കെ. ഹൗ മച്ച് ടൈം ഡസ് ദ മിനിറ്റ് ഹാൻഡ് ടേക്ക് കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ? ഇനി മിനിറ്റ് ഹാൻഡ് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ എത്ര എടുക്കും? 60 മിനിറ്റ്സ് എടുക്കും. അതല്ലെങ്കിൽ 1 ഹവർ. ഇനി നോക്കൂ, ഇനി കുറച്ച് ക്ലോക്കിൽ കുറച്ച് കാര്യങ്ങളോട് നമ്മൾ പറയുന്നുണ്ട്. എന്താണ്? സെക്കൻഡ് ഹാൻഡ് എന്താണ്? ക്ലോക്ക് ഹാൻഡ്, ക്ലോക്കിന്റെ സൂചികളും ടൈം ഫോർ റൊട്ടേഷൻ, അത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. സെക്കൻഡ് ഹാൻഡ് 1 മിനിറ്റ് കൊണ്ടാണ് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ മിനിറ്റ് ഹാൻഡ് എന്താ ചെയ്യുന്നത്? 1 ഹവർ കൊണ്ടാണ് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നത്. എങ്കിൽ ഏറ്റവും സ്ലോയിൽ പോകുന്ന ഹവർ ഹാൻഡോ, അത് 12 ഹവേഴ്സ്, 12 മണിക്കൂർ എടുക്കും ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ.
ഇനി നോക്കൂ 1 ഡേ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ഹവേഴ്സ് ആണ് അല്ലേ? 1 ഹവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ്സ് ആണ്. 60 മിനിറ്റ്സ് ആണ് 1 ഹവർ, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ. ഇനി 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ്സ് ആണ്. നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ് അല്ലേ? എല്ലാം 60 ആണ്. ഇനി നോക്കൂ ഫ്രാക്ഷൻസ് ഓഫ് ടൈം. നമ്മൾ ഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് ചാപ്റ്ററിലായിരുന്നു? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പാർട്ട് നമ്പർ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ടൈമിന്റെ കാര്യത്തിൽ നമുക്ക് പാർട്ട് നമ്പർ എഴുതി നോക്കിയാലോ? അതെങ്ങനെയാന്ന് നോക്കാം. നോക്കൂ ഫ്രാക്ഷൻസ് ഓഫ് ടൈം. അപ്പൊ നോക്കൂ ഇവിടെ 3 ക്ലോക്കുകൾ ഉണ്ട് അല്ലേ? 3ലും ടൈം ഉണ്ട്. നിങ്ങൾക്ക് അറിയാം എത്രയാണെന്നല്ലേ? ഒന്നാമത്തതിൽ എത്രയാ കാണുന്നത് നോക്ക്. 1:30 ആണ് അല്ലേ? യെസ് 1:30. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 1 എന്ന് പറഞ്ഞ ഒരു മണി, അതിന്റെ കൂടെ എത്രയാണ്? അരമണിക്കൂറും കൂടെ ഉണ്ട് അല്ലേ? അപ്പം 1ഉം ഹാഫിന് നമ്മൾ പഠിച്ചതാണ് 1/2 അല്ലേ? അപ്പൊ നമ്മൾ അതിനെ പറയാ 1/2 എന്നാണ്. 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയി. രണ്ടാമത്തേല് നോക്കൂ 5ഉം 15ഉം ആണ് അല്ലേ? 15 എന്ന് പറയുമ്പോൾ 15 മിനിറ്റ്സ്. അപ്പൊ നമുക്കറിയാം എന്താ വരിക? ക്വാർട്ടർ ആണ് അല്ലേ? യെസ്. അപ്പൊ എന്താ പറയാ? അപ്പൊ നമ്മൾ അതിന് പറയുന്ന പേരാണ് 5:15. 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയി. ഇനി അടുത്തത് നോക്കൂ. എത്രയാ ടൈം വരുന്നത്? 3ഉം അതിന്റെ കൂടെ 3/4 എന്ന് പറയില്ലേ? അപ്പൊ നമുക്കറിയാം എന്താണ്? 3/4 അല്ലെങ്കിൽ 3:45. അപ്പൊ എന്താണ്? 3/4 എന്താണ്? 3/4 ആണ്. 3 മണി കഴിഞ്ഞ് 3/4 മണിക്കൂർ ആയിട്ടുണ്ട് അല്ലേ? ഇനി അല്ലെങ്കിൽ അതിന് വേറൊരു പേരും കൂടെ പറയും. എന്താണെന്നറിയോ? നമ്മൾ പറയാറില്ലേ മലയാളത്തിലൊക്കെ ഇങ്ങനെ പറയില്ലേ? നമ്മൾ സമയം നോക്കിയിട്ട് 4 മണിയാവാൻ 15 മിനിറ്റ് കൂടി ഉണ്ട് എന്ന് പറയില്ലേ? അതുപോലെ നമുക്ക് പറയുന്നതാണ് 3/4. 4 മണിയാവാൻ 15 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. ഓക്കെ. അപ്പൊ ഇതുപോലെ ഫ്രാക്ഷനിലും നമുക്ക് എന്ത് പറയാം? പാർട്ട് നമ്പർ ആയിട്ടും നമുക്ക് ടൈമിനെ പറയാം. ഇനി നോക്കൂ ഡ്രോ ക്ലോക്ക് ഷോയിങ് ദ ടൈംസ് ഗിവൺ ബിലോ. താഴെയുള്ള സമയം വെച്ചിട്ട് ക്ലോക്ക് വരക്കാനാണ്. അത് മിസ്സിന്റെ മക്കൾ വരച്ചാൽ മതി. 2:15. എത്രയാ 2:15 എന്ന് പറഞ്ഞാൽ? 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. 2:15 അല്ലേ? 11:30. 11 മണി കഴിഞ്ഞ് ഹാഫ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 30 മിനിറ്റ് ആയി അല്ലേ? 11:30. അപ്പൊ അത് നിങ്ങൾ ക്ലോക്ക് വരയ്ക്കുക. ഇനി നോക്കൂ ഇവിടെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാം. 120 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ഹവേഴ്സ് ആണല്ലേ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, കൂട്ടിയിട്ട് പറയണം. അങ്ങനെയാണെങ്കിൽ 150 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 120 എന്ന് പറയുമ്പോൾ 2 ഹവർ ആകുമ്പോൾ 150 എന്ന് പറയുമ്പോൾ 2.5 മണിക്കൂറായിരിക്കും. ഇനി ഇവിടെ മിനിറ്റ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? 210 210 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര ഹവർ ആണ്? എത്ര മണിക്കൂറായിരിക്കും? 3.5 മണിക്കൂറായിരിക്കും. നമുക്ക് കൂട്ടി നോക്കിയാൽ അറിയാം 3.5 മണിക്കൂറാണ് 210 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി 3 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്സ് ആണ്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 ആണ് അല്ലേ? അപ്പൊ 3 മിനിറ്റ് എത്രയായിരിക്കും? 3 into 60 എത്രയാ വരിക? 180. 180 സെക്കൻഡ്സ് ആണ്. ഇനി 1/4 ഹവേഴ്സ് 1/4 മണിക്കൂറും ആൻഡ് 45 മിനിറ്റ്സ് 45 മിനിറ്റും കൂടുമ്പോൾ എത്രയാ ഉണ്ടാവുക? 3/4. 1/4 എന്ന് പറഞ്ഞാൽ 3/4 മണിക്കൂർ അല്ലേ? 3/4 മണിക്കൂറും സോറി 1/4 എന്ന് പറഞ്ഞാൽ 1/4 മണിക്കൂറാണ് അല്ലേ? 1/4 മണിക്കൂറും അതിന്റെ കൂടെ 45 മിനിറ്റ്സും കൂടെ കൂട്ടുമ്പോൾ എത്രയാ ഉണ്ടാവുക? 1 മണിക്കൂർ 1 ഹവർ ഉണ്ടാവും. ഇനി അടുത്തത് 5 ഹവേഴ്സ് 59 മിനിറ്റ്സ് ആൻഡ് 60 സെക്കൻഡ്സ്. 5 ഹവേഴ്സും അതിന്റെ കൂടെ 54 മിനിറ്റ്സ് കൂടും 60 സെക്കൻഡ്സും. ടോട്ടൽ എത്രയാ വരിക? ടോട്ടൽ 6 ഹവേഴ്സ് വരും. ഓക്കെ. നോക്കൂ നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 10 in the morning and continues to 4 in the afternoon. There are മിസ് ഇവിടെ ആ സമയം എഴുതിയിട്ടില്ലായിരുന്നു അല്ലേ? അത് മിസ് ഒന്ന് എഴുതിയിട്ട് കാണിക്കാം. നോക്കൂ 150 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ എത്രയാ വരിക? 2.5. ഇവിടെ 2.5 2.5 കണ്ടോ? ഇനി അടുത്തത് 210 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 3.5 ഹവേഴ്സ് 3.5 ഹവേഴ്സ്. ഓക്കെ. ഇനി അടുത്ത 3 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്സാ വരിക? 180 സെക്കൻഡ്സ് 180 സെക്കൻഡ്സ്. ഇനി 1/4 മണിക്കൂറും 45 മിനിറ്റും കൂടെ കൂട്ടുമ്പോൾ എത്രയാ വരിക? 1 ഹവർ. ഇനി 5 ഹവേഴ്സും 59 മിനിറ്റും 60 സെക്കൻഡ്സും കൂടെ കൂട്ടുമ്പോൾ 6 ഹവേഴ്സ് വരും. യെസ്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
നോക്കൂ. സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 10 in the morning and continues 4 in the afternoon. There are intervals from 11:20 to 11:30 in the morning, 12:50 to 1:45 in the afternoon, 3:10 to 3:20 in the evening. How much time do students get for their studies? എന്താ ക്വസ്റ്റ്യൻ? സ്കൂൾ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂൾ. വൈകുന്നേരം 4 മണിക്കാണ് സ്കൂൾ വിടുന്നത്. രാവിലെ അതിന്റെ ടൈം. അതില് അവർക്ക് ഇന്റർവെൽ കിട്ടുന്നത് എപ്പോഴൊക്കെയാണ്? ഇന്റർവെൽ വരുന്ന സമയം 11:20 മുതൽ 11:30 വരെ ഇന്റർവെല്ലാണ്. 12:50 മുതൽ 1:45 വരെ ഇന്റർവെല്ലാണ്. 3:10 മുതൽ 3:20 വരെ ഇന്റർവെല്ലാണ്. ഹൗ മച്ച് ടൈം ഡു സ്റ്റുഡൻസ് ഫോർ ദർ സ്റ്റഡീസ്? എങ്കിൽ അവർക്ക് പഠിക്കാൻ എത്ര ടൈം കിട്ടുന്നുണ്ടെന്നാണ്. അപ്പൊ അവരുടെ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ഹവേഴ്സ് എന്ന് പറഞ്ഞ എത്ര? 10 to 4, 10 മുതൽ 4 മണി വരെ എന്ന് പറയുമ്പോൾ 6 മണിക്കൂറാണ്. ഇനി അതിൽ ഇന്റർവെല്ല് വരുന്നത് നോക്കാം നമുക്ക്. നോക്കൂ, ഏതൊക്കെ ഇന്റർവെല്ല് വരുന്നത്? ഫസ്റ്റ് ഇന്റർവെൽ എപ്പോഴാണ്? 11:20 മുതൽ 11:30 വരെ. അപ്പൊ 10 മിനിറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആ 10 മിനിറ്റിനെ ഫസ്റ്റ് എഴുതി വെക്കാം. അപ്പൊ നമ്മൾ 10 മിനിറ്റ് എഴുതി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്താ നോക്കൂ. 12:50 മുതൽ 1:45 വരെയാണ്. അപ്പൊ എത്രയാ വരിക? അപ്പൊ അവിടെ 55 മിനിറ്റ്സ് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് എത്രയാണ്? 3:10 മുതൽ 3:20 വരെ. അവിടെയും 10 മിനിറ്റ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ ടോട്ടൽ എത്രയാണ്? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയുണ്ടാവും? 75 മിനിറ്റ്സ്. 75 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 ഹവറും 50 മിനിറ്റ്സും വരുന്നുണ്ട്. ഓക്കെ, ഇനി അവർക്ക് ടൈം ഫോർ ഗെറ്റ് സ്റ്റഡീസ്. അപ്പൊ ഇനി സ്റ്റഡിക്ക് കിട്ടുന്ന ടൈം അറിയാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഹവേഴ്സിൽ നിന്നും ഇതിനെ മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ 6 ഹവേഴ്സിൽ നിന്നും 1:15, 1/4 മണിക്കൂറിനെ കുറച്ച് 6 മണിക്കൂറിൽ നിന്നും 1/4 മണിക്കൂർ കുറക്കുമ്പോൾ എത്രയാ വരിക? 4 ഹവേഴ്സും 45 മിനിറ്റ്സും. 4 ഹവേഴ്സും 45 മിനിറ്റുമാണ് അവർക്ക് എന്തിന് കിട്ടുന്നത്? പഠിക്കാനുള്ള ടൈം കിട്ടുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്.